ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. പ്രേക്ഷകർ എന്നോട് കമന്റിൽ ചോദിക്കുന്നുണ്ട് വിനിഷ സൗണ്ട് ശരിയായോ എന്ന്. ഞാൻ അത് ആദ്യം ഷീജ ചേച്ചിയോട് ചോദിക്കട്ടെ. ഷീജ ഓക്കെ ആയോ ഹെൽത്ത്? കഴിഞ്ഞ ദിവസം ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു, ഭയങ്കര സൗണ്ട് അടപ്പോട് കൂടിയൊക്കെ ആയിരുന്നു ഷീജ ഓരോ വാർത്തയും റിപ്പോർട്ട് ചെയ്തത്. സൗണ്ട് ഓക്കെ ആയിട്ടില്ല, സംസാരിച്ചാൽ ചുമയ്ക്കും എന്നൊരവസ്ഥ ഉണ്ട് വിനിഷ. ഓക്കെ, നമുക്ക് എന്നാലും വാർത്തകളിലേക്ക് കിടക്കാം. അധികം ഷീജയെ വിഷമിപ്പിക്കുന്നില്ല. ഷീജ, കഴിഞ്ഞ ദിവസങ്ങൾ വെള്ളാപ്പള്ളി വി.ഡി. സതീശനെതിരെ രൂക്ഷമായി നടത്തുന്ന വിമർശനം അത് ഏത് രീതിയിലാണ് എന്ന് നമ്മൾ കണ്ടു. ഏറ്റവും തറ എന്നാണ് വി.ഡി. സതീശനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കൂടെ വെള്ളാപ്പള്ളി അത് ആവർത്തിച്ച് പറഞ്ഞത്. വെള്ളാപ്പള്ളി ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ, വി.ഡി. സതീശനെതിരെ ഉയർത്തുമ്പോഴും കോൺഗ്രസിൽ നിന്ന് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ ഒരു കാര്യം. വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും വിമർശനം ഉന്നയിച്ചതിന് ശേഷവും നിരവധി കോൺഗ്രസ് നേതാക്കൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു. രമേശ് ചെന്നിത്തല വന്നു, കെ.സി. വേണുഗോപാൽ വന്നു, കെ. സുധാകരൻ്റെ ബൈറ്റുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന്. ഈ സമയങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, എന്താണ് പ്രതികരിക്കാനുള്ളത്? കെ. സുധാകരൻ മിണ്ടിയില്ല, കെ.സി. വേണുഗോപാൽ മിണ്ടിയില്ല, രമേശ് ചെന്നിത്തല മിണ്ടിയില്ല. മാത്രവുമല്ല, കെ. സുധാകരൻ അവിടെ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചു, രമേശ് ചെന്നിത്തല അത്രയ്ക്ക് അയോഗ്യനൊന്നുമല്ല, അദ്ദേഹം KSUവിലൂടെ വളർന്നു വന്ന നേതാവാണ്. ആ ഒരു സമയത്ത് പോലും വി.ഡി. സതീശനെ അനുകൂലിച്ചൊരു വാക്ക് പറയാൻ കെ. സുധാകരൻ തയ്യാറായില്ല എന്ന് നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടതും പറയേണ്ടതുമായ കാര്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസിൽ ഇങ്ങനെ വി.ഡി. സതീശൻ ഒരു അപ്രമാദിത്യം ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി കോൺഗ്രസിൽ കൊണ്ടുവന്ന് അത് വളരെ വലിയ രീതിയിൽ വിജയിപ്പിച്ചു എന്നതിൻ്റെ ക്രെഡിറ്റൊക്കെ നേടിയെടുത്ത് ആ ഒരു വലയത്തിനുള്ളിൽ നിൽക്കുകയാണ്, സ്വയം ഉണ്ടാക്കി വെച്ചൊരു വലയത്തിനുള്ളിൽ നിൽക്കുകയാണ് വി.ഡി. സതീശൻ. എങ്ങനെയാണ് കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ച് NSS, SNDP അവരൊക്കെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വരുമ്പോൾ. തീർച്ചയായും വിനിഷ, ഏതായാലും വി.ഡി. സതീശനെതിരായിട്ടുള്ള ഈ ഒരു വിമർശനം, പ്രത്യേകിച്ചും SNDP ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നു. അതിനൊപ്പം തന്നെ NSS, രമേശ് ചെന്നിത്തലയാണ് NSS പെരുന്നയിലേക്ക് ക്ഷണിക്കുന്നത്. ഈ വിഷയങ്ങൾ ആദ്യം തന്നെ ഉയർന്നു വന്നപ്പോൾ തന്നെ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് ഇത്തരത്തിൽ വി.ഡി. സതീശനെതിരെ ഉള്ളൊരു നിലപാട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വി.ഡി. സതീശൻ്റേത് ഏകാധിപത്യ നിലപാടാണ് എന്നുള്ളതാണ് വലിയ തോതിൽ വിമർശനം ഉയരാൻ കാരണം. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും വിനിഷ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ വലിയ തോതിലുള്ള വിമർശനമാണ് വി.ഡി. സതീശനെതിരെ വീണ്ടും ഉന്നയിക്കുന്നത്. അതിലും നിരവധി നേതാക്കളുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പക്ഷേ ഇതിലൊന്നും ആരും ഈ NSSനെയോ അല്ലെങ്കിൽ SNDPയുടെയോ നിലപാടുകളെ തെറ്റാണ് അല്ലെങ്കിൽ അവരെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. മറിച്ച് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പരസ്യമായി പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരു നേതാവും തയ്യാറായില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ.സി. വേണുഗോപാലിൻ്റെ പ്രതികരണം തന്നെയായിരുന്നു. കാരണം കെ.സി. വേണുഗോപാൽ, നമുക്കറിയാം, കെ.സി. വേണുഗോപാൽ എപ്പോഴും പ്രതിപക്ഷ നേതാവ്, പ്രത്യേകിച്ചും വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ അനുകൂലിച്ച് നിന്ന ഒരു വ്യക്തി തന്നെയാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു കൂട്ടുകെട്ടിലൂടെയാണ് രമേശ് ചെന്നിത്തലയെ പോലും താഴെ ഇറക്കിയതെന്ന് കോൺഗ്രസ് നേതാക്കളിൽ ചിലർ തന്നെ പറയാറുമുണ്ട്. അത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ട് നിലനിൽക്കെ പക്ഷേ കെ.സി. വേണുഗോപാലിനുൾപ്പെടെ വലിയ തോതിലുള്ള അതൃപ്തി വി.ഡി. സതീശനിൽ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലും വ്യക്തമായത്. ഏതായാലും ഈ വിഷയത്തെ ഒരു ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വി.ഡി. സതീശൻ സ്വീകരിക്കുന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ചില യുവ നേതാക്കളെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട്
മുന്നോട്ട് കൊണ്ടുപോകുക. അത്തരത്തിലൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് അത് ശരിയായ നിലപാടല്ല എന്നുള്ളതാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത്. ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുക, ഇതിലുള്ള വിയോജിപ്പ് കൃത്യമായ രീതിയിൽ തന്നെ അറിയിച്ച് മുന്നോട്ട് പോകുക. പക്ഷേ ഉടനടി ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് നീങ്ങേണ്ടതില്ല പ്രതിപക്ഷ നേതാവിനെതിരെ. പക്ഷേ അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഉന്നയിക്കുക എന്നുള്ളൊരു നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഇത്തരത്തിലുള്ള പ്രതിപക്ഷ നേതാവിനോട് മതസാമുദായിക സംഘടനകൾക്ക് വലിയ ഒരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അത് അതേ രീതിയിൽ നിലനിർത്തി മുന്നോട്ട് പോയാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് സാരമായി കോൺഗ്രസിനെ ബാധിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. ഒരു വിഷയം ഇത് നിലനിൽക്കുന്നു. അതിനൊപ്പം തന്നെ മറ്റൊരു വിഷയം പ്രതിപക്ഷ നേതാവിൻ്റെ ഏകാധിപത്യ സ്വഭാവം. അത് പലരെയും ചവിട്ടിത്താഴ്ത്തി ചിലർ മാത്രം ഗുഡ് ലിസ്റ്റിൽ കയറി ആ ഗുഡ് ലിസ്റ്റിലുള്ള യുവ നേതാക്കളെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്ന നിലപാട് അത് സ്വീകാര്യമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഇതിലുള്ളൊരു അതൃപ്തി കൃത്യമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടി ഫോറങ്ങളിൽ തന്നെ അറിയിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ ഏതായാലും പരസ്യ പ്രകടനങ്ങളിലേക്ക് അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് നീങ്ങേണ്ടതില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഏതായാലും നിലവിൽ ഈ ഒരു നേതാക്കൾക്കിടയിൽ ഉള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒന്നും പ്രതികരണം നടത്താത്ത ഒരു നിലപാടിപ്പോൾ മുതിർന്ന നേതാക്കൾ സ്വീകരിക്കുന്നത്. വിനിഷ, ഷീജ, ഇതൊക്കെ പറയുമ്പോഴും എടുത്ത് പരിശോധിക്കേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്ക്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ 5 പേരാണ് മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച കോൺഗ്രസിൽ കാത്തിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മത്സരം അവർക്കിടയിലുണ്ട്. ഇനി എങ്ങാനും 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF അധികാരത്തിൽ വന്നാൽ എനിക്ക് വേണം മുഖ്യമന്ത്രി കസേര എന്ന് ആശിച്ച് മോഹിച്ച് കണക്ക് കൂട്ടിയിരിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന് പരസ്യമായും രഹസ്യമായും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനിടയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വിഷയം ഉയർന്നു വരുന്നത്. NSS രമേശ് ചെന്നിത്തലയുമായുള്ള 11 വർഷത്തെ പിണക്കം അവസാനിപ്പിച്ച് മന്നം ജയന്തിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു. VD സതീശനെ പാടെ തള്ളിക്കളയുന്നു. എന്നുള്ളത് മാത്രമല്ല, രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് SNDP വരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഈ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം ശബരിമല ദർശനം കഴിഞ്ഞ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ ഒരു ഔദ്യോഗിക പദവിയും വഹിച്ചിരുന്നില്ല. അതായത് തന്നെ മൂലക്കിരുത്തിയതാണ്. ഇത്രയും വർഷം ഞാൻ മാറിയിരുന്നല്ലോ, ഇനി ഞാൻ ഇറങ്ങി കളിക്കും എന്നൊരു സൂചന അവിടെ രമേശ് ചെന്നിത്തലയും പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായും മിനിഷ, കാരണം ഈ പറയുന്നത് പോലെയാണ് കോൺഗ്രസിൽ എല്ലാ കാലത്തും സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുന്നത് ഒരു പാർട്ടിയാണ് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. കാരണം ഈ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി ഇതിനകം തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള നീക്കുപോക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിൽ ഏറ്റവും പ്രധാനമായി VD സതീശൻ തന്നെയാണ് രംഗത്തുള്ളത്. കാരണം പ്രതിപക്ഷ നേതാവ് അതിനു വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങളാണ് നടത്തുന്നത് എന്ന തരത്തിൽ വലിയ തോതിലുള്ള ഏതായാലും ആ രീതിയിൽ വലിയ തോതിലുള്ള അഭിപ്രായം കോൺഗ്രസിനുള്ളിൽ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ പറയുന്നത് പോലെയാണ്, അത്തരത്തിലുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകും. അതിൽ ഒരു തരത്തിലുള്ള തർക്കവും വേണ്ട. കേവലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സീറ്റുകൾക്ക് വേണ്ടി പോലും വലിയ തോതിലുള്ള അടി കാണുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഉള്ളത്. പക്ഷേ ഇതിൽ ഒക്കെ എടുത്തു പറയേണ്ടത്, ഇത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവിനെതിരെ മതസാമുദായിക സംഘടനകൾ ഒരു നിലപാട് ആ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകളോട് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യം, അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യം, ഈ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അത് സാരമായി ബാധിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഒരു വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ വേണ്ട പ്രാധാന്യം നൽകി ചർച്ച ചെയ്ത് തന്നെ ഇതിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാട് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നത്. കാരണം അത് അത്രത്തോളം തിരിച്ചടി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കും
നടക്കും കോൺഗ്രസിന് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കാരണം ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകളെയാണ് അവർ പാടെ തള്ളിക്കളയുന്നത്. ആ പ്രതിപക്ഷ നേതാവുമായി സഹകരിക്കാതെയാണ് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാട് മത സാമുദായിക സംഘടനകൾ സ്വീകരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിച്ച് മുന്നോട്ട് പോകണം. പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റേണ്ടതുണ്ടെങ്കിൽ അതടക്കം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാട് ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിക്കുന്നത്. വിനിഷ.